ഷിജി ഇതിലെഴുതിയ പോലെ പെരുമഴയിൽ, അതായത് കുടുംബജീവിതത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും കെട്ടുപാടിൽ നിന്നും ഇരുട്ടിലേക്ക് നോക്കി ഞാൻ കിടക്കുമ്പോൾ കവിതകളും കഥകളും സല്ലപിക്കാൻ എന്നോട് വരാറുണ്ടായിരുന്നു. പക്ഷേ അത് എവിടെയെങ്കിലും കുറിച്ചിടണം എന്ന ചിന്തയോടെ പേനയും കടലാസും തപ്പുമ്പോൾ പാലൊലിപ്പിച്ച ചിരിയുമായി, അങ്ങനെയല്ലേ പറയുന്നത്, എന്നോട് ഒട്ടിച്ചേർന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കിടക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ടരികിലുണ്ടായിരുന്നു. അപ്പോൾ അന്നേരമൊന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല. കുറേ കഥകളും ആ ഒരവസ്ഥ, കുട്ടികളെ ഭംഗിയായി നോക്കുന്ന, അതിനിടയിൽ മറ്റു കാര്യങ്ങളും. പിന്നീട് എനിക്ക് ഓർമ്മയുണ്ട്, ഗുരുവായൂരിൽ നിന്ന് ഞാൻ ഒരു തവണ വിളിച്ചു, ഒരുപാട് വൈകിട്ട്. അന്ന് എന്തോ ഒരു കാരണം ഉണ്ടായിരുന്നു വിളിക്കാൻ. വിളിച്ചപ്പോൾ 12 മണി കഴിഞ്ഞു രാത്രി. ഷിജി കിടക്കാനായില്ലേ, എന്താണ് നോക്കുമ്പോൾ ഷിജിക്ക് ഒരു കെട്ട് പണിയുണ്ടായിരുന്നു. കിടത്തത്തോട് ഭക്ഷണമെല്ലാം കഴിച്ച് പാത്രവും കഴുകി കിടക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരേ കിടപ്പിലുള്ള അമ്മ എന്താ പറയുക, മലമൂത്ര വിസർജനെല്ലാം ചെയ്ത് ഇനിയിപ്പോൾ അത് അമ്മേനെ മൊത്തൊന്ന് കുളിപ്പിച്ചെടുക്കണം. അത്രയും കുട്ടികളെ പോലെ അമ്മ കിടക്കുകയെന്ന്, ഗിരിയുടെ അമ്മ, ഷിജിയുടെ തന്നെ. അപ്പം ആ അമ്മേനെ വൃത്തിയാക്കണം, അത് കഴിഞ്ഞ് നിൻ്റെ കുളിയും കഴിയണം, എന്നിട്ട് നീ കിടക്കാൻ. ഞാൻ അത് ഓർത്ത് ഇങ്ങനെ കിടന്നു. ഞാനത് മോളെടുത്ത് പറയുകയും ചെയ്തു. മോളും കുറച്ച് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന കൂട്ടത്തിലൊന്നല്ല, അവൾക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മടുപ്പില്ലാണ്ട് സന്തോഷത്തോടെ ഷിജി ഞാൻ ഇന്ന് വിളിക്കുമ്പോൾ. അപ്പോൾ അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇത്രയും ഭംഗിയായി ഗൾഫിലേക്ക്, ഇത്രയും നല്ലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഭർത്താവ്, എന്നിട്ട് ഇവിടെ ഒന്നിച്ച് താമസിക്കുന്നില്ല. അമ്മേനെ നോക്കി, ഒറ്റ മോനാണല്ലേ, അമ്മേനെ നോക്കി മറ്റു കാര്യങ്ങളും നോക്കി അവിടെ തന്നെ വയനാട്ടിൽ വല്ലപ്പോഴും ഒരു 10 ദിവസത്തേക്കോ 5 ദിവസത്തേക്കോ ഓടി വരും. അതെന്നെ വളരെ കുറച്ച്. എന്നേരം ഇങ്ങനെ ആർത്തിയോടെ കാണാൻ ആഗ്രഹിക്കുന്ന ചിലവരുടെ അടുത്ത് ഒന്ന് ഓടി പോയി അപ്പോഴത്തേക്ക് തിരിച്ചു പോകാനാവും, ആ ഒരവസ്ഥ. അപ്പം അതിനുശേഷമാണ് ഞാൻ അറിയുന്നത്, ഒരിക്കൽ വിളിച്ചേരം ഈ കൂട്ടത്തിൽ ഈ പറയുന്ന, അതായത് ആരുമില്ലാത്തൊരു അമ്മാമനെ സുഖമായിട്ട് സന്തോഷത്തോടെ അമ്മാമനെ നോക്കാനും റെഡിയായിട്ട്, ഒരു റൂമിൽ അമ്മ, ഒരു റൂമിൽ അമ്മാമ്മൻ, അപ്പം രണ്ടാളെ എന്താ പറയുക, അവസാന ശ്വാസം വരെ ഭംഗിയായി നോക്കി അവരെ യാത്ര അയച്ച്, ഇന്നും അവരുടെ ആ ഒരു ദിവസം, അവർ പോയ ദിവസം സത്യം ഒരുപാട് എഴുതി ഫേസ്ബുക്കിൽ ആ ദുഃഖം കാണുന്നുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ഉത്തരവാദിത്വം, മോള് നല്ലൊരു ഗായികയാണ്, അവളെ പാട്ടിൽ ഒരുപാട് ശ്രദ്ധിച്ചു, പഠിക്കുന്നുണ്ട്, മോനും അതെ നന്നായി പഠിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഉണ്ട് ഒരു സൈഡിൽ. മക്കളിപ്പം പഠിക്കുന്നുണ്ട്. മറ്റു ഉത്തരവാദിത്വം എന്താ പറയുക, ഭംഗിയായി മനോഹരമായി കഴിച്ചതിന് ശേഷമാണ് ഐശ്വര്യമായിട്ട് ഈ ഒരു പുസ്തകത്തിലേക്ക് കടന്നത്. അന്നേ ഇത്രയും കഥകളും ഉണ്ടായിട്ടും അതാണ് ഷിജിന്റെ ഒരു എന്താ പറയാ ക്വാളിറ്റി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനും കാരണം. അല്ല, സത്യത്തില് കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത്, അതിനു മുന്നേ എനിക്ക് തോന്നുന്നു, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഈ ബാലജന സഖ്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന് എല്ലാ ആഴ്ചകളും ബാലപംക്തിയിലൊക്കെ ഫോട്ടോ ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ഭയങ്കര ഒരു സെലിബ്രിറ്റി മാതിരി ഉണ്ടായിരുന്ന ഒരാളാണ് ആ ഒരു സമയം. പക്ഷെ കല്യാണം വന്നു കഴിഞ്ഞപ്പോ നമ്മള്, കാരണം ഗിരിയേട്ടൻ ഒരു മോനാണ്, അച്ഛനും അമ്മയും എന്ന് പറയുന്ന അവർക്ക് കിട്ടിയ ഒരു ആദ്യത്തെ പെൺകുട്ടി, ഒരു പെൺകുഞ്ഞെന്നുള്ള ആ ഒരു പരിഗണനയാണ് എനിക്ക്. അപ്പൊ അവര് എന്നെ അത്രയും ഭംഗിയായിട്ടാണ് നോക്കിയിരുന്നത്. ഇപ്പം മോളെ പ്രസവത്തിന്റെ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും മോനെ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും ഒക്കെ അമ്മ ഭയങ്കരമായിട്ട് കരയായിരുന്നു. എന്നിട്ട് വീട്ടിൽ നിന്ന് അമ്മേനോട് പറയും, തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണേ എന്നൊക്കെ. അപ്പൊ അങ്ങനെ അത്രയും ഒരു കെയർ ചെയ്യുന്ന ഒരു അമ്മയായിരുന്നു. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അമ്മ അങ്ങനെ കണ്ടറിഞ്ഞായിരിക്കും, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് അമ്മയും അച്ഛനുമാണ് ആദ്യം പെണ്ണ് കാണാൻ വേണ്ടി വന്നിരുന്ന സമയം അവരാണ് ആദ്യം. കാരണം ഗിരിയേട്ടന് ഔറംഗാബാദ് ജോലിയായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ മോനെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ചിന്തയൊക്കെ വന്ന സമയത്തെ ഇവര് പെണ്ണ് നോക്കി ഇവരാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അമ്മയ്ക്കും അച്ഛനുമാണ് ആദ്യം എന്നെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ അവർക്ക് തോന്നിയിരിക്കാം, കാരണം അവരുടെ ഒരു അവസാന കാലങ്ങളിലേക്ക് പറ്റിയ ഒരാളായിരിക്കാം എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്നെ അത്രത്തോളം സ്നേഹത്തോട് ഒരു പെൺകുട്ടി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അവര് എന്നിലൂടെ അത് തീർത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനത് തിരിച്ചും അവർക്ക് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം
എൻ്റെ അച്ഛൻ ആക്സിഡൻ്റ് ആയിട്ടൊരു 4-5 വർഷം കിടന്നിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് അവിടെ പോയി നിന്ന് നോക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് എനിക്ക് ആ ഒരു വിഷമം എനിക്ക് തീർന്നത് എനിക്ക് അച്ചുമാവനെ നോക്കിയിട്ടാണ്. അതേപോലെ ഗിരിയേട്ടൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വയ്യാണ്ട് കിടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടുന്ന് അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അവരെ സത്യം പറഞ്ഞാൽ ഞാനപ്പോൾ എനിക്ക് തിരിച്ചറിവുണ്ടായ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ നമ്മളൊന്ന് കിടന്നു പോയാൽ സത്യം ആ ഒരു സമയത്ത് നമുക്ക് അവരുടെ നാവും അവരുടെ ബുദ്ധിയും അവരുടെ രുചിയും ഒക്കെ നമ്മളായി തീരുന്നൊരവസ്ഥയുണ്ട്. അതിലേക്ക് അതൊരു തപസ്സാണ് ശരിക്കും. അവരെ നന്നായിട്ട് അവർക്ക് വിഷമമില്ലാത്ത രീതിയിൽ അവരെ നോക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ അവരിലേക്ക് തന്നെ അവരായി മാറണം. എനിക്ക് തോന്നുന്നു ഞാനൊരു 4-5 വർഷം കുട്ടികൾ എന്താ ചെയ്യുന്നത്, കുട്ടികൾ പഠിക്കുന്നുണ്ടോ എനിക്ക് നോക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പോട്ടനൊക്കെ 10th ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ ആ നല്ല മാർക്കോടെ തന്നെ പാസ്സാവുകയും ചെയ്തു. ഞാൻ വിചാരിക്കുന്നു അവരുടെ ഒരു അനുഗ്രഹമായിരിക്കും അതൊക്കെ. ഞാൻ പറയുന്നത് ഈ കിടക്കുന്ന സമയത്ത് നമ്മളെ നോക്കാൻ ആളുള്ളിടത്താണ് നമ്മുടെ ഓരോ മനുഷ്യന്റെയും സ്വർഗവും നരകവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എൻ്റെ ഈ ഒരു കുറഞ്ഞ കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അതിന് മാത്രം എന്താ പറയുക ആ ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് മുന്നിൽ കണ്ട ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വർഗം അല്ലെങ്കിൽ നമ്മുടെ നരകം എന്നൊക്കെ പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ നമ്മൾ എങ്ങനെയാണോ അത് തീരുന്നത് എന്നുള്ളത് എൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷമാണ്. കാരണം എനിക്ക് അമ്മേനെ ആണെങ്കിലും അച്ഛനെ ആണെങ്കിലും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ നോക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഗീത ചേച്ചി എന്നെ വിളിച്ചത് ഓർമ്മയുണ്ട്. ആ സമയത്ത് അമ്മ ഫുള്ളെല്ലാം ബുദ്ധിമുട്ടിലായിരുന്നു. അന്ന് എനിക്ക് ചില അപ്പൂട്ടനും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതെല്ലാം വൃത്തിയാക്കി ഞാൻ കുളിച്ച് വരുന്നത് വരെ എനിക്ക് അന്ന് അവനിട്ട് തന്നൊരു കട്ടൻ ചായ ഉണ്ട്. അതിൻ്റെ ഒരു രുചി എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ മക്കളും എൻ്റെ കൂട്ടത്തില് അമ്മുവാണെങ്കിലും അപ്പൂട്ടനാണെങ്കിലും ഒക്കെ എൻ്റെ കൂട്ടത്തിൽ ആ സമയത്ത് നിന്നത് കൊണ്ടും കൂടിയാണ് എനിക്ക് അങ്ങനെ ഒരു ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ അവരെ നോക്കാനും ഒക്കെ പറ്റിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രായമായിട്ടുള്ള ആളുകളെ നമ്മൾ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുവിടുകയല്ല വേണ്ടത്. നമ്മളെ ചില ഓരോ അമ്മമാരും അവരെ ആ ഗർഭാവസ്ഥയിലും പ്രസവം കഴിഞ്ഞിട്ടും ഈ മലമൂത്ര വിസർജനമൊക്കെ കൂടെ കിടത്തി വളർത്തി അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് വളർത്തി വന്ന് ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ അമ്മയ്ക്ക് സൗന്ദര്യം പോരാ, അല്ലെങ്കിൽ അമ്മ നല്ലതല്ല, അമ്മയുടെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുന്നൊരു ശീലമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അത് അങ്ങനെ ഒന്നും പാടില്ല എന്നുള്ളതാണ്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് സമയം ഉണ്ടാക്കി നമ്മൾ അവരെ നോക്കുക തന്നെ വേണം. അവർക്ക് നമ്മളൊരു വിളിയോ അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിക്കലോ മതിയാവും. അതാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. ഇപ്പം നമ്മളത് ചെയ്യുമ്പോൾ എൻ്റെ മക്കൾക്ക് പറയാതെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് തോന്നുമല്ലോ, ഞാൻ വയസ്സായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാനും ഗിരിയേട്ടനൊക്കെ വയസ്സായി കഴിയുന്ന സമയത്ത് ആ അമ്മ ഇങ്ങനെ അവരെയൊക്കെ നോക്കിയിരുന്നല്ലോ, അപ്പം ഞാനും അതിന് ബാധ്യസ്ഥയാണ് എന്നുള്ളത് നമ്മൾ ആചരിച്ച് കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും വൃത്തിയായിട്ടാണ്. അച്ഛൻ എപ്പോഴും നല്ല ടിപ്പ് ടോപ്പിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് അമ്മ നോക്കിയ ആ ഒരു നോട്ടം അതെന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവരെയൊക്കെ എനിക്ക് നോക്കാൻ പറ്റിയത്. എനിക്ക് കൂടത്തിൽ ഇപ്പൊ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് അമ്മയും ഷീമയും തന്നെയാണ് വന്ന് നിന്ന് അവരുടെ ഒരു ഹെൽപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇറ എന്ന് പറയുന്നത് ഭംഗിയാക്കി ചെയ്തു എന്നുള്ളതാണ്. അല്ല, നമ്മളെ കർത്തവ്യം മനോഹരാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിഗ്രറ്റ് പിന്നെ ആവശ്യമില്ല. അതെ, ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു സങ്കടം ഇല്ല. കാരണം അവരെ നന്നായി നോക്കിയിട്ടുണ്ട്. അച്ചുമാമനൊക്കെ ആണെങ്കിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അവര് എല്ലാം വൃത്തികേടാക്കി വെച്ചാലും ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെ തൊഴുത് പിടിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, മോള് നന്നായി വരും എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളില് ചിലപ്പോ ദേഷ്യം വന്നു പോകും. കാരണം അതാണ് കാണിച്ചു വെച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും ആ കുളിപ്പിക്കുമ്പോഴും ഒക്കെ ഇതൊരു മന്ത്രം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു സ്നേഹം തോന്നും അവരോട്. ഇപ്പോൾ നാട്ടിൽ നിന്നെല്ലാം ചില മരണം നടന്നു കഴിഞ്ഞാൽ അമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ ആരായിക്കോട്ടെ, ചില ആൾക്കാർ ചുറ്റുവട്ടമെല്ലാം പറയും, അവൾ കരയുന്ന പോലും ഇല്ല,
അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടോ. ഓടിച്ചാടി നടക്കുന്ന കണ്ടില്ലേ, ആ ബോഡി എടുക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ നോക്കുന്ന, വന്നവർക്ക് വെള്ളം കൊടുക്കുന്ന, അങ്ങനെ. അപ്പം വേറെ ആള് പറയുന്നുണ്ട്, എന്തിനാ അവള് കരയണം, അവള് സാക്ഷാൽ മഹാലക്ഷ്മിയാന്ന്. എന്നുവെച്ചാൽ തൊട്ടടുത്ത് അവർക്ക് അറിയാതെ എങ്ങനെയാ അമ്മേനെ നോക്കി എന്നുള്ളത് അറിയാം. വെറുതെ നെഞ്ഞത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആ ഒരു നോക്കിയത്. അപ്പൊ അവൾക്ക് ആ ഒരു ഇത്രയും ഭംഗിയായിട്ട് അവരെ യാത്ര അയച്ചു എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അല്ല, അത് അതിന്റെ ഒരു സുഖം വേറെ. അതല്ല, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ അവിടെ കരഞ്ഞു നിന്നാ ശരിയല്ല. കാരണം ഗിരിയേട്ടൻ ഒരു മോനാണ്, ഗിരിയേട്ടന് സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ള ആ മരണസമയം ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഗിരിയേട്ടൻ ആകെ ഫുള്ള് ഡൗൺ ആയി പോയിരുന്നു. അപ്പൊ ഞാൻ വളരെ ധൈര്യം കൊടുക്കുക ചെയ്തിട്ടുള്ളത്, വളരെ ധൈര്യം കൊടുക്കുക ചെയ്യുക. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിനുള്ള അതിന്റെ എന്താ പറയാ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോരാളെ വിളിച്ചു പറയുന്നതും ഒക്കെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് മനസ്സ് തൊട്ട് പറയാം, വളരെ ഭംഗിയായിട്ട് എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള അവരുടെ മറ്റുള്ള ചടങ്ങുകളും ഒക്കെ നമുക്ക് നമ്മളെ രീതിയിൽ, അവർക്ക് ഇഷ്ടം ഉള്ള രീതിയിൽ, അവർ പറഞ്ഞു തന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് വേണ്ടതും. ശരി, അല്ലാണ്ട് കരഞ്ഞു വിളിച്ചിരിക്കുന്ന അതൊക്കെ ആൾക്കാരെ ബോധിപ്പിക്കാൻ നമുക്ക് പലതും ചെയ്യാം, പലതും പറയാം. പക്ഷെ അതിലല്ല, അത് ശരിക്കും റിയാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല. ഒരു സ്ത്രീ അത്രയും ഉത്തമയായി മാറുന്നത് ഒരു പ്രത്യേക കഴിവിലല്ല. ഒരു വലിയ എഴുത്തുകാരിയാണ്, അല്ലെങ്കിൽ ഒരു ചിത്രകാരിയാണ്, പാട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താൽ സത്യം അവള് വിജയിച്ചു. അങ്ങനെയാ കാണുന്നത്. സത്യം, അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പല എഴുത്തുകാരും എഴുതി തുടങ്ങും. സത്യമാണ്, നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ വേറൊരു മൂഡിലേക്ക് ലോകത്തിലായിരിക്കണം. ആ ഒരു നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചെറിയൊരു നൊസ് വരും നമുക്ക് എന്തായാലും. പക്ഷേ ചിലരുണ്ട്, അവരുടെ ഫാമിലിയും അവരെ ചുറ്റുപാടുകളും അവരെ ബന്ധുക്കളെയും അവരെ എല്ലാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ എഴുത്തിലും മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ഒരു അഭിമാനമായിട്ടുള്ള കാര്യമാണ്. അതും കൂടെ കൊണ്ടുപോകാൻ കഴിയണം. അവിടെ അതാണ് ശരിക്കും ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്നൊക്കെ പറയുന്നത്. അവനവന്റെ കുടുംബം അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു എഴുത്ത് എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പല്ല. ചിലപ്പോൾ അതൊരു എന്താ പറയുക, ഒരു വിവാദമായിട്ടുള്ള സംഭവമൊക്കെ ആയേക്കാം. പക്ഷെ അതിലല്ല കാര്യം. നമ്മളായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നിടത്താണ് കാര്യം. പിന്നെ ഓരോ സാഹചര്യങ്ങളായിരിക്കാം അത് അങ്ങനെയായി തീരുന്നതായിരിക്കാം. അപ്പോൾ പക്ഷെ എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതാണ്.